ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനിയ കെ ജുടെക്. അപ്പോൾ +1 സെറ്റ്സ് എന്ന് പറയുന്ന പാഠം വളരെ സെറ്റായിട്ട് നമ്മളങ്ങ് പഠിക്കാൻ പോവുക. അപ്പോൾ ഈ പാഠത്തിൽ ഓരോന്നായിട്ട് എന്താണ് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സമയം ഇനിയില്ല. അതൊക്കെ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം എക്സാമിന് എന്തൊക്കെ ചോദിക്കും, എക്സാമിന് ഏതൊക്കെ ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത്, എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് അറിയേണ്ടത്, അത് മാത്രം വെച്ചുകൊണ്ടുള്ളൊരു റിവിഷൻ സീരീസാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് ഈ സാധനം മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ A+നുള്ള മാർക്ക് കിട്ടും. ഇനി ഒരുവിധം പഠിച്ചു വെച്ചേക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ റിവിഷനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഏതൊരു കുട്ടിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ മാക്സിമം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എത്രയും പെട്ടെന്ന് എത്രയും വേണ്ടപ്പെട്ട കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ ഈ സീരീസ് മൊത്തം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. അതിൻ്റെ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാനുള്ള ഉറപ്പായിട്ട് ഒരു ലൈക്കും ഒരു കമൻറ്റും തരണം. ഓക്കെ, അപ്പോൾ ഈ കമൻറ്റ് തരുമ്പോൾ മാത്രമാണ് നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സ് കൂടി ഇടാനായിട്ട് തോന്നത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കമൻറ്റ്സ് ഇടുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ എന്താണ് സെറ്റ്? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ കാര്യങ്ങളൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഓടിച്ച് പറയാം. ഒരു വർഷം സെറ്റ് പഠിച്ചതുകൊണ്ട് എന്തായാലും സെറ്റ് എന്താണെന്ന് അറിയാം. സെറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റുകളുടെ കളക്ഷനാണ്. എക്സാമ്പിൾ ഈവൻ ഇൻഡിജേഴ്സിൻ്റെ കളക്ഷൻ ആകാം, അല്ലെങ്കിൽ 100-ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ ആകാം. ഇനി സെറ്റിന് കുറച്ച് പേരുകളുണ്ട് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെ നമ്മൾ N എന്ന് വിളിക്കുന്നു, ഇൻഡിജേഴ്സിൻ്റെ സെറ്റിനെ നമ്മൾ Z എന്ന് വിളിക്കുന്നു, റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെ നമ്മൾ Q എന്ന് വിളിക്കുന്നു, റിയൽ നമ്പേഴ്സ് സെറ്റാണെങ്കിൽ നമ്മൾ R എന്ന് വിളിക്കുന്നു. ഇത് മാത്രം ജസ്റ്റ് ഒന്നുകൂടി നോക്കി വെച്ചേക്കുക. പോസിറ്റീവ് ഇൻഡിജേഴ്സിൻ്റെ സെറ്റിനെ നമ്മൾ Z+ എന്ന് വിളിക്കുന്നു, പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെ നമ്മൾ R+ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ N Z Q R Z+ R+. അപ്പോൾ സെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, സെറ്റിൻ്റെ നൊട്ടേഷൻ അറിയാം. സെറ്റ് ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മൾ പൊതുവേ സെറ്റിനെ എഴുതാറുള്ളത്. ഓക്കെ, ഇനി സെറ്റിൻ്റെ കുറച്ച് പേരുകൾ നിങ്ങൾ പഠിച്ചു. ഇവിടെ മുതലാണ് നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്താണ് സെറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ? റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്നും സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ് എന്നും പറയും. അപ്പോൾ നിങ്ങൾ ഈ രണ്ടാമത്തെ വാക്ക് പഠിക്കേണ്ട, ടാബുലാർ ഫോം റൂൾ മെത്തേഡും പഠിക്കേണ്ട, റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, അപ്പോൾ എക്സ്പ്ലനേഷൻസ് നമുക്ക് വേണ്ട കാര്യം ജസ്റ്റ് എന്താണെന്ന് മലയാളത്തിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള എലമെൻറ്റ്സിനെ എല്ലാവരെയും ഓരോന്നായിട്ട് എഴുതുന്നതിനാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് എന്ന് പറയുന്ന ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. ഒരു ഡെഫിനിഷൻ കാണും അല്ലേ. ആ ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒബ്ജക്റ്റ് മാത്രമേ സെറ്റിനകത്ത് കാണത്തുള്ളൂ. അപ്പോൾ ആ സെറ്റിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് എഴുതുന്നതിനാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വായിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, പിന്നെ ആ എക്സിൻ്റെ പ്രത്യേകത. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് വൗവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വൗവൽസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ വൗവൽസിൻ്റെ കളക്ഷൻ ആണ് എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് പറയും? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. റോസ്റ്റർ ഫോം ആണെങ്കിൽ ആ സെറ്റിൽ വരുന്ന ഓരോ ആൾക്കാരെയും, അതായത് വൗവൽസിൻ്റെ കളക്ഷൻ ആണെങ്കിൽ ഓരോ വൗവലിനെയും AEIOU എന്ന ഓരോ വൗവലിനെയും എടുത്ത് എഴുതിയാൽ നമ്മളത് എന്തായി? റോസ്റ്റർ ഫോമായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, എക്സാമിന് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഫോളോയിങ് സെറ്റ് ബിൽഡർ ഫോമുകളെ റോസ്റ്റർ ഫോം ആക്കി എഴുതുക. നോക്കേ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻഡിജർ 0 ≤ X അപ്പോൾ 0യ്ക്കും 6നും ഇടയിലുള്ള ഇൻഡിജേഴ്സ് എഴുതുക. 0യും 6ഉം വരണം. അതുകൊണ്ടാണ് ലെസ് ടു വന്നാൽ ആ നമ്പർ വരും, ലെസ് ദാൻ മാത്രമേ ഉള്ളെങ്കിൽ ആ നമ്പർ വരില്ല. ഓക്കെ, അപ്പോൾ ലെസ് വന്നപ്പോൾ 0 മുതൽ 6 വരെയുള്ള ഇൻഡിജേഴ്സിനെ എഴുതുക. അപ്പോൾ അതാണ് റോസ്റ്റർ ഫോം. ഓക്കെ, 0 1 2 3 4 5 6. ഇനി അടുത്ത എന്താ? എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. 10നേക്കാൾ ചെറിയ പ്രൈം നമ്പർ എഴുതുക. 10നേക്കാൾ ചെറിയ പ്രൈം നമ്പർ എഴുതാൻ പറയുമ്പോൾ ആദ്യത്തെ പ്രൈം നമ്പർ 2, പിന്നെ 3, 5, 7 പ്രൈം നമ്പേഴ്സ്. 10നേക്കാൾ ചെറിയ പ്രൈം നമ്പേഴ്സിൻ്റെ കളക്ഷൻ ചുമ്മാ അങ്ങ് എഴുതി വെച്ചാൽ മതി സെറ്റ് ബ്രാക്കറ്റിനുള്ളിൽ. ഓക്കെ, ഇനി സെറ്റ് ഓഫ് ഓൾ എക്സ് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ X² ≤ 4. അപ്പോൾ X² 4നേക്കാൾ ചെറുത് വരുന്ന ഇൻറ്റിജേഴ്സ് എഴുതുക. അപ്പോൾ നമുക്കറിയാം >4 ആണ്. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക, X² ഒന്നുകിൽ 4 ആകാം, അല്ലെങ്കിൽ 4നേക്കാൾ ചെറുതാകാം. അപ്പോൾ നിങ്ങൾ നോക്കേ, -2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ 4 അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതുമാണ്. -1ൻ്റെ സ്ക്വയർ 1, 4നേക്കാൾ ചെറുതാണ്. 0 1 2, 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ 3 വരത്തില്ല. 3 വന്നാൽ 3യുടെ സ്ക്വയർ 9 ആയി പോകും. 4 അതിൽ താഴെയോ വരാവും. ഓക്കെ, അപ്പോൾ -2 -1 0 1 2. ഒരു കാര്യം ഓർക്കുക, സെറ്റിനകത്ത് ഓർഡർ വ്യത്യാസം കുഴപ്പമില്ല. 0 1 2 -2 -1 എന്ന് എഴുതിയാലും പ്രശ്നമില്ല. ദെൻ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഡിവിസർ ഓഫ് 12. 12ൻ്റെ ഡിവൈസസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ. 12ൻ്റെ ഡിവൈസസ് വരുന്നത് 1 2 3 4 6 12 ആണ്. അപ്പോൾ അതുപോലെ എഴുതി. ഇനി അടുത്തത് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു R X² + X - 2 = 0. അപ്പോൾ നമ്മൾ ആ ഒരു സാധനം സോൾവ് ചെയ്യണം ആദ്യം.
എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. നമുക്കറിയാം അതിൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് അതിൻ്റെ സൊല്യൂഷൻ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ആണ് അല്ലേ. കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 1 കിട്ടണം. ഗുണിക്കുമ്പോൾ -2 വരണം. അപ്പോൾ അങ്ങനത്തെ നമ്പറാണ് 2 - 1. അങ്ങനെയാണ് നമ്മൾ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 എഴുതുന്നത്. ഇത് അറിഞ്ഞൂടാ എങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടിരുന്നാൽ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തു തരാം. ഓക്കെ, ഇതൊന്നും പറഞ്ഞതിനുള്ള സമയമില്ല, അതുകൊണ്ടാണ് വീഡിയോ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറഞ്ഞുതരാം. ദെൻ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് 0 ആകാം. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു -2 വന്നു. എക്സ് മൈനസ് 1 0 ആകാം. എക്സ് ഈസ് ഈക്വൽ ടു 1. ഇതിൻ്റെ സൊല്യൂഷൻ ഇതാണ്. നമ്മളിത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്തോ കിട്ടി? ഈ -2ഉം 1ഉം ആണ് സൊല്യൂഷൻ വരുന്നത്. ആ സൊല്യൂഷൻ മാത്രം എടുത്തുകൊണ്ട് സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ റോസ്റ്റർ ഫോം -2 1. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് റോസ്റ്റർ ഫോം എഴുതുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ചെന്താക്കാം? റോസ്റ്റർ ഫോമിനെ സെറ്റ് ബിൽഡർ ഫോമിലും ആക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ് സബ്സെറ്റ് എന്നാണ്. ഓക്കെ, ഒരു സെറ്റ് എ എന്ന് പറയുന്ന സാധനം ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലുണ്ടായിരിക്കണം. ഒന്നുകൂടി, സെറ്റ് എ ഈസ് സെഡ് ടു ബി എ സബ്സെറ്റ് ഓഫ് സെറ്റ് ബി ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ബി. എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കിയിട്ട് അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം പറയാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് നോക്കേ, എ ബി സി ഡി എന്ന് പറയുന്ന ഒരു സെറ്റിൻ്റെ സബ്സെറ്റാണ് എ ബി. അതായത് എ ബി സി ഡി എന്ന് പറയുന്ന സെറ്റിൽ 4 എലമെൻറ്റ്സ് ഉണ്ട്. ആ 4 എലമെൻറ്റ്സിൻ്റെ 2 എലമെൻറ്റുകൾ മാത്രം കൊണ്ടുവന്ന് നമ്മൾ പുതിയൊരു സെറ്റ് ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾ നോക്കേ, ഈ എ ബി എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെൻറ്റ്സും എ ബി സി ഡിയിലില്ലേ? അതായത് എ ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് 2 എലമെൻറ്റാണുള്ളത്, എയും ബിയും. ആ എയും ബി ഇവിടെ ഉണ്ടല്ലോ. ആ എയും ബി ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്കത് സബ്സെറ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ സെറ്റ് എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ടായിരിക്കണം. ഇനി ഇത് നോക്കേ, എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എക്സ് ബിലോങ്സ് ടു എ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു ബി. എക്സ് എന്ന് പറയുന്ന ഒരാൾ എയിലുള്ള എലമെൻ്റ് ആണെങ്കിൽ ആ എലമെൻറ്റ് എന്തായാലും ബിയിലും ഉണ്ടായിരിക്കണം. ഇനി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കോമൺ ആയിട്ട് കാണാതെ പഠിച്ച് വയ്ക്കേണ്ടതുണ്ട്. ഫൈവ് നിങ്ങൾക്ക് അറിയാം, നൾ സെറ്റ് ആണ്. സെറ്റ് എലമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ഫൈ എന്ന് വിളിക്കും, നൾ സെറ്റ്. ആ നൾ സെറ്റ് എപ്പോഴും ഏത് സെറ്റിൻ്റെയും സബ്സെറ്റ് ആയിരിക്കും. ഇനി എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. എ എന്ന് പറയുന്ന സെറ്റ് എയുടെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിൽ എ എന്ന് പറയുന്നത് ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണ്, ബി എന്ന് പറയുന്നത് എയുടെ സൂപ്പർ സെറ്റാണ്. ഈ 2 വാക്കുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കേ, എക്സാമ്പിൾ 1,2 എന്ന് പറയുന്ന ഒരു സെറ്റ് 1 2 3 ഈ 2 സെറ്റും ഈക്വൽ അല്ല, പക്ഷേ ഈ സെറ്റിൻ്റെ സബ്സെറ്റാണ് ഈ സെറ്റ് അല്ലേ. 1 2 3യുടെ സബ്സെറ്റാണ് സെറ്റ് 1 2. അപ്പോൾ ഇതിനെ 1 2നെ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് 1 2 3 എന്ന് വിളിക്കാം. കാരണം എന്താ? എ നോട്ട് ഈക്വൽ ടു ബി ആയിരിക്കണം, പക്ഷേ എ ബിയുടെ സബ്സെറ്റ് ആയിരിക്കണം. അങ്ങനെ സെറ്റുകളാണ് നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കുക, നമ്പർ ഓഫ് സബ്സെറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, 2n ആണ്. ഓക്കെ, 2n ഇപ്പോൾ എയുടെ അകത്തുള്ള എലമെൻസിൻ്റെ എണ്ണമാണ് n എങ്കിൽ എക്കകത്ത് 2n സബ്സെറ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇപ്പോൾ 3 എലമെൻ്റ് ഉള്ള സെറ്റാണ് എ, അങ്ങനെയാണെങ്കിൽ എയുടെ സബ്സെറ്റുകളുടെ എണ്ണം എത്ര ആയിരിക്കും? 2 ആയിരിക്കും. 2 8 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എത്ര? പ്രോപ്പർ സബ്സെറ്റ് ചോദിക്കുമ്പോൾ എന്താ പ്രത്യേകത? ആ 2n സബ്സെറ്റിനകത്ത് 2n ഇവിടെ നമ്മൾ പറഞ്ഞു 2 3 8 സബ്സെറ്റ് ഉണ്ട്. ആ 8 സബ്സെറ്റിൽ ഒരു സബ്സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ്. ഓക്കെ, പക്ഷേ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് എ ഈക്വൽ അല്ലാത്ത സബ്സെറ്റുകളെയാണ് നമ്മൾ പ്രോപ്പർ സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സെറ്റിനോട് ഈക്വൽ അല്ലാത്ത സെറ്റ് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, എ തന്നെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ സെറ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്പർ ഓഫ് പ്രോപ്പർ സെറ്റ് എന്ന് പറയുന്നത് 8ൽ നിന്ന് ആ എ എന്ന് പറയുന്ന സെറ്റ്, അതായത് ആ ഒരാളെ മൈനസ് ചെയ്യണം, അങ്ങനെ 7 കിട്ടും. ഓക്കെ, അപ്പോൾ 2n ആണ് സബ്സെറ്റുകളുടെ എണ്ണമെങ്കിൽ പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n - 1 ആണ്. ഓക്കെ, സബ്സെറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കുക. എ എന്ന് പറയുന്ന സെറ്റ്, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ എന്ന് പറയുന്ന ഒരു സെറ്റ് 1 2 3 എന്ന് പറയുന്ന സെറ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സെറ്റും എഴുതുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എക്കകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3 എലമെൻറ്റ്സ് ഉണ്ട്. 3 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് 2 എന്ന് പറഞ്ഞാൽ 8 സബ്സെറ്റ് ഉണ്ടായിരിക്കണം. 8 സബ്സെറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ 8 എണ്ണം കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ഇതാണ്, ഇവിടെ തുടങ്ങാം. ആദ്യത്തെ സെറ്റ് നിങ്ങൾ ഏത് എഴുതുക? 5 എഴുതുക. നമ്മൾ ഇതിപ്പോൾ തിരിച്ചാണ് എഴുതിയേക്കുന്നത്. നമുക്ക് നേരെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള ഓർഡറിൽ എഴുതുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ആദ്യത്തെ സെറ്റ് 5 എഴുതുക. പിന്നെ എന്ത് എഴുതുക? സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3. ഓക്കെ, സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3 അത് നിങ്ങൾ എഴുതുക. ഓക്കെ, ആ എലമെൻറ്റ്സിനെ ഓരോന്നായിട്ട് സെറ്റ് പെയർ ചെയ്ത് എഴുതുക. ഓക്കെ, 1 2 3 5. ഓക്കെ, 5 എഴുതുക. 1 2 3 സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3. ദെൻ 2 എണ്ണമുള്ളവരെ ഒരുമിച്ച് എഴുതുക. അതായത് സെറ്റ് 1 2 ഉണ്ടാക്കാം, സെറ്റ് 1 3 ഉണ്ടാക്കാം. 1 കൊണ്ട് ഇനി ആരും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ സെറ്റ് 2 3 ഉണ്ടാക്കാം. കഴിഞ്ഞു. എലമെൻസിൻ്റെ ഓർഡർ പ്രശ്നമില്ലാത്തതുകൊണ്ട് 2 1 എന്ന് പറഞ്ഞ് വേറെ എഴുതി കളയരുത്. പിന്നെ ആരെ എഴുതുക? ആ സെറ്റിനെ മൊത്തത്തിൽ എഴുതുക. ഓക്കെ, അപ്പോൾ സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3 സെറ്റ് 1 2 സെറ്റ് 1 3 സെറ്റ് 2 3 സെറ്റ് 1 2 3 പിന്നെ 5. അപ്പോൾ അങ്ങനെ 8 എലമെൻറ്റ്സ് ആണ്, 8 സബ്സെറ്റ്സ് ആണ് വരുന്നത്. നിങ്ങൾ എഴുതി നോക്കുമ്പം 8 വന്നില്ലെങ്കിൽ ഉത്തരം തെറ്റി. ഒന്നുകൂടി ആലോചിച്ച് ഒരെണ്ണം കൂടി ഏതാണെന്ന് കണ്ടുപിടിച്ച് ഉത്തരം തീർത്തിട്ടേ പോകാവൂ കേട്ടോ. അപ്പോൾ ഈ എണ്ണം കണ്ടുപിടിക്കുന്നത് മറക്കരുത്. എണ്ണം
കണ്ടുപിടിക്കുന്നത് മറന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ശരിയാണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ 2n ആണ് സബ്സെറ്റുകളുടെ എണ്ണം. ആ 2n എലമെന്റ്സ് കണ്ടുപിടിച്ച് വയ്ക്കാം. മിക്കവാറും നിങ്ങൾക്ക് 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിലായിരിക്കും ചോദിക്കുന്നത്. 1 2 3 അല്ലെങ്കിൽ ABC ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സാധനം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത നമ്മൾ പഠിക്കുന്നത് ഈ റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റുകളെ ഇൻ്റർവെല്ലായിട്ട് എഴുതുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ജസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ മനസ്സിലാക്കാൻ മാത്രം കുറച്ച് കോംപ്ലിക്കേഷനാണ്. പക്ഷേ അത് കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ആ ഒരു ലോജിക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, 2 ടൈപ്പ് ഇൻ്റർവെല്ലാണുള്ളത്. ഒന്ന് ഓപ്പൺ ഇൻ്റർവെല്ലും 2 ക്ലോസ്ഡ് ഇൻ്റർവെല്ലും. അതായത് ഇതുപോലത്തെ സർക്കുലാർ ബ്രാക്കറ്റ് വന്നാൽ നമ്മളതിനെ ഓപ്പൺ ഇൻ്റർവെൽ എന്ന് വിളിക്കും. സ്ക്വയർ ബ്രാക്കറ്റ് വന്നാൽ അതിനെ ക്ലോസ് ഇൻ്റർവെൽ എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റെ അർത്ഥം ലെസ് ദാൻ മാത്രമേ കാണൂ എന്നുള്ളതാണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇത്രയും ആദ്യം മനസ്സിലാക്കുക. ഇനി ഓപ്പൺ ഇൻ്റർവെൽ A, B, നമുക്ക് ആ ബ്രാക്കറ്റ് കണ്ടാലേ അറിയാം, സർക്കുലർ ബ്രാക്കറ്റാണ് ഓപ്പൺ ഇൻ്റർവെൽ A, B. ഓപ്പൺ ഇൻ്റർവെൽ A, B എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് A ലെസ് ദാൻ എക്സ് ലെസ് ദാൻ B. അതായത് എയും ബിയും 2 റിയൽ നമ്പേഴ്സാണ്. എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും വരും. പക്ഷെ ആര് വരില്ല? എയും ബിയും വരില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാലേ അയാൾ കൂടി വരത്തുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ എയും ബിയും വരില്ല, പക്ഷേ എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും വരും. അതിനെ ഇൻ്റർവെൽ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്തൊരു രീതിയാണ് ഇത്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലെസ് ദാൻ ആണെങ്കിൽ അതൊരു വെള്ള ഹോളായിരിക്കും. അതൊക്കെ വെള്ള ഹോളായിരിക്കും. ലെസ് ദാൻ ആണെങ്കിൽ വെള്ള ഹോളായിരിക്കും. ഇനി ലെസ് ദാൻ ഒരു ഈക്വൽ ടു വന്നു കഴിഞ്ഞാലോ അവിടെ കറുത്ത ഹോൾ വരും. അത് ഡാർക്ക് ഷെയ്ഡഡ് ഹോൾ വരും. അത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിന് ഡാർക്ക് ഷെയ്ഡഡ് ഹോളും ഓപ്പൺ ഇൻ്റർവെല്ലിന് വൈറ്റ് ഹോളും. ഓക്കെ, ഇത്ര ഓക്കെയാണ്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ A, B എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയിലുള്ള എല്ലാവരും വരും, പക്ഷേ എയും ബിയും വരത്തില്ല. ഇപ്പോൾ 3,6 ഓപ്പൺ ഇൻ്റർവെൽ 3,6 എന്ന് പറഞ്ഞാൽ 3ക്കും 6നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും വരും. 3.00001 പോലും വരും, പക്ഷേ 3 വരത്തില്ല. 6ന് മുമ്പുള്ള എല്ലാ റിയൽ നമ്പേഴ്സും 5.9999 വരെ വരും, പക്ഷേ 6 വരത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഓപ്പൺ ഇൻ്റർവെൽ നിങ്ങൾ എന്ത് മാത്രം വിളിച്ചാൽ മതി, എയും ബിയും വരത്തില്ല, പക്ഷേ അതിനകത്തുള്ള എല്ലാവരും വരും. ആ ഫോം പഠിച്ചു വെച്ചേക്കുക. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് A ലെസ് ദാൻ എക്സ് ലെസ് ദാൻ B. ഈ ഒരു വെളുത്ത സർക്കിളുള്ളതും ഓർത്ത് വെച്ചേക്കുക. ദെൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ A, B എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. അവിടെ ഡാർക്ക് ഷെയ്ഡഡ് ഹോളാണ്. എയും ബിയും ഉണ്ടായിരിക്കും, എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ എലമെൻസും ഉണ്ടായിരിക്കും. ദെൻ ഒരു സൈഡിൽ മാത്രം ക്ലോസ്ഡ് ഇൻ്റർവെല്ലും അടുത്ത സൈഡിൽ ഓപ്പൺ ഇൻ്റർവെല്ലും വന്നാൽ എന്ത് ചെയ്യുക? ആ സൈഡിൽ മാത്രം ഈക്വൽ ടു കൊടുക്കുക, മറ്റേ സൈഡിൽ ഓപ്പൺ കൊടുക്കുക, നോട്ട് ഈക്വൽ ടു കൊടുക്കുക. ഓക്കെ, എക്സ് സച്ച് ദാറ്റ് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ B. അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നെടുത്ത് ഡാർക്കും ലെസ് ദാൻ വന്നെടുത്ത് വൈറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ലോജിക്ക് കിട്ടി. അടുത്ത നിങ്ങൾക്ക് സുഖമായിട്ട് പറയാൻ പറ്റും. ഓപ്പൺ ഇൻ്റർവെൽ A, ക്ലോസ്ഡ് ഇൻ്റർവെൽ B. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് A ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. ഓക്കെ, എയുടെ അവിടെ വൈറ്റ് സർക്കിൾ, ബിയുടെ അവിടെ ഡാർക്ക് സർക്കിൾ. ഇനി ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ സാധനത്തിന് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ സാധനത്തിനെ നിങ്ങൾ ഇൻ്റർവെൽ ഫോമിൽ എഴുതാൻ പറയും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചുമ്മാ നോക്കിയാൽ മതി. ലെസ് ദാൻ ആണെങ്കിൽ ലെസ് ദാൻ ആണെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റ്, ലെസ് ദാൻ ഒരു ഈക്വൽ ടു ആണെങ്കിൽ അവിടെ എന്ത് കൊടുക്കുക? ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കുക. പിന്നെ ഈ സാധനമൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കുക കേട്ടോ. അതായത് 0 മുതൽ ഇൻഫിനിറ്റി വരെ ഓപ്പൺ ഇൻ്റർവെൽ ആണെങ്കിൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, ക്ലോസ് ഇൻ്റർവെൽ ആണെങ്കിൽ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്, -ഇൻഫിനിറ്റി ടു 0 മുതലാണെങ്കിൽ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്, -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണെങ്കിൽ റിയൽ നമ്പേഴ്സ്. ഓക്കെ, അതൊന്നും അങ്ങനെ എക്സാമിന് അധികം ചോദിക്കാറില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കുകയാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ എയും ബിയും ആണ് നമ്മൾ നോക്കുന്നത്. എ എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം തന്നു, നിങ്ങൾ ഇൻ്റർവെൽ എഴുതുക. അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു R, 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ നിങ്ങൾക്ക് അറിയാം 2 വന്നു, 2 വന്നു, 4 വന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടത്? 2 വന്നു, 4 വന്നു. അപ്പോൾ നിങ്ങൾ 2 എഴുതുക, 4 എഴുതുക, കോമയിട്ട് 2 4 എഴുതുക. ഇനി 2ൻ്റെ അവിടെ എന്താ കിടക്കുന്നത്? ലെസ് ദാൻ ആണ് കിടക്കുന്നത്. അപ്പോൾ ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുക. 4ൻ്റെ അവിടെ എന്താ കിടക്കുന്നത്? ലെസ് ദാൻ ഒരു ഈക്വൽ ടു ആണ്. അപ്പോഴെന്ത് കൊടുക്കുക? ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കുക. ഇത് ഓപ്ഷനിൽ നിന്ന് എടുത്ത് എഴുതാനുള്ളതാണ്, കുറച്ചുകൂടി എളുപ്പമാണ്. ഓപ്പൺ ഇൻ്റർവെൽ 2, ക്ലോസ്ഡ് ഇൻ്റർവെൽ 4. ഇനി അടുത്ത വരുന്ന ക്വസ്റ്റിനും ഇതേ കണക്കത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, 6,12 എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെൽ 6,12ന് കറക്റ്റ് ആയിട്ടുള്ള സെറ്റ് ബിൽഡർ ഫോം എഴുതുക. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ ആണെങ്കിലേ നമുക്കറിയാം രണ്ടും ലെസ് ദാൻ മാത്രമായിരിക്കും. അപ്പോൾ ഈ ഓപ്ഷനാണ് കറക്റ്റ് അല്ലേ? അതല്ലേ കറക്റ്റ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു R, 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 12. ലെസ് ദാൻ ഒരു ഈക്വൽ ടു എവിടെയെങ്കിലും വരണമെങ്കിൽ അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് വരണം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ ഈ ഒരു പാറ്റേൺ പഠിച്ചു വെച്ചേക്കുക. ലെസ് ദാൻ വന്നാൽ ഓപ്പൺ ഇൻ്റർവെൽ, ലെസ് ദാൻ ഒരു ഈക്വൽ ടു വന്നാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ. ഓക്കെ, ആ രീതിയും പഠിച്ചു വെച്ചേക്കുക. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ R, A ലെസ് ദാൻ എക്സ് ലെസ് ദാൻ B, അല്ലെങ്കിൽ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ B. ആ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, നടുക്ക് എക്സ് വരും.
നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ് വെൻ ഡയഗ്രാം എന്ന് കൂടി ജസ്റ്റ് ഒന്ന് പറയുവാണ്. അതായത് വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ യു എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. അത് നമ്മൾ കോംപ്ലിമെൻറ്റ് പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടി കറക്റ്റായിട്ട് പറയുന്നത്. എന്നാലും നമ്മൾ ആലോചിക്കും എല്ലാ സെറ്റും ഏത് സെറ്റിൻ്റെ സബ്സെറ്റ് ആയിട്ടാണോ വരുന്നത്, അതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇപ്പം ഞാൻ പറയുന്നു എൻ്റെ ഒരു സെറ്റ് 1 2 ഉണ്ട്, സെറ്റ് 2 3 ഉണ്ട്, സെറ്റ് 1 2 3 ഉണ്ട്, സെറ്റ് 1 2 3 4 ഉണ്ട്, സെറ്റ് 5 6 7 8 ഉണ്ട്, സെറ്റ് 6 7 ഉണ്ട്, സെറ്റ് 8 9 ഉണ്ട്. അങ്ങനെ കുറേ സെറ്റ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഈ സെറ്റുകളെല്ലാം 1 2 3 4 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിനകത്ത് വരുന്ന സെറ്റുകളല്ലേ. അപ്പോൾ അതാണ് യു. അതായത് എല്ലാ സെറ്റുകളും ആരുടെ സബ്സെറ്റ് ആയിട്ട് വരുമോ അതാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ വെൻ ഡയഗ്രാം എഴുതുമ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കും. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടി സെയിം ആണ്. ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ആ റെക്റ്റാങ്കിളിന് നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കും? യു എന്ന് കൊടുക്കും. ഇനി നമുക്ക് പറയേണ്ട സെറ്റുകളെല്ലാം നമ്മൾ ഇതിനകത്ത് ഒരു സർക്കുലാർ ഷേപ്പിൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ആ സെറ്റ് നമ്മളിപ്പോൾ എ എന്ന് വിളിച്ചു. ഞാനിപ്പോൾ ഇവിടെ വേറൊരു സെറ്റ് എടുത്തു, അതാണ് ബി. ഓക്കെ, ഇനി ഞാൻ വേറൊരു സെറ്റ് എടുത്തു, ഇത് സി. അപ്പോൾ അങ്ങനെ സെറ്റിനെ ഈ റെക്റ്റാങ്കിളിനകത്ത്, കാരണം റെക്റ്റാങ്കിളിനകത്ത് യൂണിവേഴ്സൽ സെറ്റിനകത്താണല്ലോ എല്ലാ സെറ്റുകളും വരുന്നത്, അപ്പോൾ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫോമാണ് വെൻ ഡയഗ്രാം. നിങ്ങളടുത്ത് ഒരിക്കലും വെൻ ഡയഗ്രാം എന്താണ് അല്ലെങ്കിൽ വെൻ ഡയഗ്രാം എങ്ങനെയാണെന്ന് ചോദിക്കത്തില്ല. നിങ്ങൾക്ക് യൂണിയൻ്റെയും ഇൻ്റർസെക്ഷൻ്റെയും ഡിഫറൻസിൻ്റെയും കോംപ്ലിമെൻറ്റിൻ്റെയും വെൻ ഡയഗ്രാം ചോദിക്കും. അപ്പോൾ ആ ഓപ്പറേഷൻസ് പഠിപ്പിക്കുമ്പോൾ ആ ഒരു വെൻ ഡയഗ്രാം എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾക്ക് പഠിപ്പിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ചേക്കുക. അടുത്ത മെയിൻ ടോപ്പിക്ക് സെറ്റിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും തന്നെയാണ്. അപ്പോൾ ഓപ്പറേഷൻസ് ഓഫ് ഓൺ സെറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ യൂണിയൻ, ഇൻ്റർസെക്ഷൻ, കോംപ്ലിമെൻറ്റ്, ഡിഫറൻസ്, ഈ 4 കാര്യങ്ങളും വെച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ചെയ്യും. മാത്രമല്ല പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ഈ തിയറി പഠിക്കുന്നതിനേക്കാളും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ ആ വീഡിയോസ് കണ്ട് പഠിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഷെയറുകളും നിങ്ങൾ തരുന്ന ലൈക്കുകളും നിങ്ങൾ ഇടുന്ന കമൻറ്റുകളും ഒക്കെയാണ് ഈ വീഡിയോസ് കൂടുതൽ ഇടാനായിട്ട് ഒരു മോട്ടിവേഷൻ തരുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് അനിയ KG Tech.